ഹലോ കൂട്ടുകാരെ, നോവ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കൊരു പുതിയ ഫ്ലൈറ്റ് ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ഗണ്ണും വന്നിട്ടുണ്ട്. ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബീറ്റ വെർഷനിൽ പാച്ച് അപ്ഡേറ്റ് 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്പോയിലറിലുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിംഗ് ആനിമയുടെ ടെക്സ്ചർ അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്ലോ ആയിട്ട്, പിന്നെ അതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാൻ നൈസായിട്ടുണ്ട്. നമുക്കൊരു പുതിയ ഫ്ലൈറ്റ് ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണത്. നിങ്ങളതിനെ കണ്ടു കൂട്ടുകാരെ. ഏതാല്ലേ, നല്ലൊരു കിടിലൻ സാധനം തന്നെയാണ്. ഇതിന് മുന്നേ ഇത് ചൈനീസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്കിത് കൊണ്ടുവരുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് ആനിമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യും കൂട്ടുകാർ. ഇനി മുതൽ നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ഡ്രിഫ്റ്റിങ്ങിൻ്റെ സ്മോക്ക് മാത്രമല്ല, പകരം അവിടെ ഒരു മാർക്കും കൂടെ വീഴുന്നതാണ്. കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുന്നേ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പാട് വരത്തില്ലായിരുന്നു. ഇനി മുതൽ നമുക്ക് ഈ ഒരു ഡ്രിഫ്റ്റ് മാർക്കും കൂടെ വരുന്നതാണ്. ഇനി നമുക്ക് കാറിൽ മാത്രമല്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇനി 2 വീലേഴ്സിലും നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൂവീസിലൊക്കെ ഉള്ള പോലെ നമുക്ക് ബൈക്കും ഇതുപോലെ സ്കിഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫീച്ചർ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യൂട്ടെ. അടുത്ത ഇവൻറ്റിൽ നമുക്ക് റാൻഡം ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കോസ്മിക് ഓവർബോർഡ് കോർ എന്ന് പറയുന്നത്. നമ്മുടെ ബാഗിനുള്ളിൽ എപ്പോഴും നമ്മൾ ഗെയിമിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഓവർബോർഡ് ഉണ്ടായിരിക്കും. ആ ഒരു ഓവർബോർഡിനെ ഗിയർ അപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. നമ്മുടെ ഓവർബോർഡിൽ ഇതുപോലെ 2 കോറ് ഇടാവുന്നതാണ്. ഇവൻ്റ് ഈ ഒരു കോറ് കണ്ട ഉറപ്പായിട്ടും എടുത്തു വയ്ക്കുക. ഇതിൻ്റെ യൂസുകൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നോർമലായിട്ടുള്ള നമ്മുടെ ബോർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും പോകാമെന്നുള്ളത്. ഇനി ഈ 2 കോറ് നമ്മൾ ഈ ഒരു ബോർഡിൽ ആഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഉള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്കേറ്റ് ബോർഡിൽ നിൽക്കുന്ന പോലത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഏരിയയിൽ തന്നെ നിന്നിട്ട് ഓവർ ബോർഡിൽ ഒരു ചെറിയ എമൗണ്ടൊക്കെ കാണിച്ചിട്ട് ഇതേപോലെ ഹൈ ജമ്പ് ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് കോറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാനും ഫ്യൂ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഷീൽഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഈ ഒരു ഷീൽഡ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കവർ എടുത്ത് പോകാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കോറിൻ്റെ യൂസ്. ഇനി നമ്മുടെ ഓവർ ബോർഡ് നമുക്ക് വാട്ടറിലും ഇതേപോലെ റൺ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. സംഭവം ഒരു കിടിലൻ സാധനം തന്നെയാണ്. ഈ ഒരു സാധനം പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. മല കയറാനും പിന്നെ അതുപോലെ വെള്ളത്തിൽ കൂടെ പോകാനും എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു ഓവർ ബോർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വലത് സൈഡിൽ കാണിക്കുന്ന യെല്ലോ ബാർ എന്ന് പറയുന്നത് ജമ്പിൻ്റെ ഇൻഡിക്കേഷനാണ്. നമ്മൾ എത്രത്തോളം ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു യെല്ലോ ബാർ ഡൗൺ ആവും. അങ്ങനെ മുഴുവനായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓവർ ബോർഡ് നമ്മുടെ കയ്യിൽ നിന്ന് കാണാതെ പോകുന്നതാണ്. നമ്മുടെ ഇവൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന മറ്റൊരു മെറ്റീരിയലാണ് ഈ ഒരു ബീക്കൺ എന്ന് പറയുന്നത്. ഈ ഒരു ബീക്കൺ കണ്ടാലും പിക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ളതും ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ മാപ്പിന് താഴെയായിട്ട് നമ്മുടെ പ്ലേസ് കൊണ്ട് ടൈം കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ടൈം കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ബീക്കൻ്റെ ആക്ടിവേഷൻ ടൈം എന്ന് പറയുന്നത്. ആ ഒരു സെക്കൻഡ്സ് 0 ആവാതെ നിങ്ങൾക്ക് ഈ ഒരു ബീക്കൺ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബീക്കൺ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു ടൈമർ 0 ആകുമ്പോൾ നമുക്ക് ഒരു ഗാലക്സിയിലുള്ള ഒരു വൈബിലായിരിക്കും നമ്മുടെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് മാറുക എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഈ ഒരു ബീക്കൺ ഇതേപോലെ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക. അങ്ങനെ വെച്ചാലേ നേരെ ഇരിക്കത്തുള്ളൂ. അപ്പം ബീക്കൺ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 56 സെക്കൻഡ് അവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ടൽ ഓപ്പണായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. എന്തോ ഒരു ഏലിയൻ വരും പോലെയാണ് കാണിക്കുന്നത്. ഇനി കറക്റ്റായിട്ട് ഈ ഒരു 1 മിനിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്താ വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പോർട്ടൽ ക്ലോസിങ്ങിൻ്റെ ടൈമും ഇതേപോലെ മാപ്പിന് താഴെ എഴുതി കാണിക്കുന്നതാണ്. അത്യാവശ്യം ഈ ഒരു ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യുന്നതും പോർട്ടലിലെ എല്ലാ ടൈമും ഇതേപോലെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. കൂട്ടുകാരെ, പോർട്ടലിൽ നിന്ന് വരുന്ന എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. പോർട്ടൽ ടൈം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടലിൽ നിന്ന് ഒരു റെഡ് കളറായിട്ടുള്ള ഒരു കോമിക്, ഒരു അഗ്നിനക്ഷത്രം വരുന്ന പോലെ ഒരു സാധനം വരുന്നുണ്ട് താഴോട്ട്. അത് ഏലിയൻ ആണോ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ട്രാൻസ്ഫോമേഴ്സിലൊന്നാണെന്നാണ് തോന്നുന്നത്. അത് കണ്ടിട്ട് അതേ കഴിച്ചുന്നത് നമ്മുടെ മെഗട്രോൺ ആണ്. അപ്പം നമ്മുടെ മെഗട്രോൺ ആണ് നമ്മുടെ പോർട്ടൽ വഴി വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മെഗട്രോണിനെ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഏതെങ്കിലും ഒരു ഓട്ടോബോട്ടിനെ നമ്മൾ സമൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ബീക്കൺ എന്ന് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഒരു ബാരിയർ വരുന്നുണ്ട്. ആ ഒരു ബാരിയറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫൈറ്റ് ഫിനിഷ് ചെയ്യാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നീ മെഗട്രോണ് അല്ലെങ്കിൽ ഒപ്റ്റിമസ് പ്രൈം, ഇവരിൽ ആരെങ്കിലും ഒരാൾ ഡെഡായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബാരിയറിന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒപ്റ്റിമസ് പ്രൈം മെഗട്രോണിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിമിനേഷൻ എഫക്റ്റ് ഒക്കെ കാണിക്കുന്നതാണ്. അത് നൈസായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ എന്നെ കണ്ടുപോകൂട്ടുകാരെ.
ഫൈറ്റ് കഴിയുമ്പോൾ ആരാ വിന്നർ എന്നുള്ളതും ഇതേപോലെ മുകളിൽ എഴുതി കാണിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ വെച്ച് കില്ലെടുക്കാൻ നോക്കിയിട്ട് ഒരു ബോട്ടിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ അപ്ഡേറ്റിൽ അവർ മുഴുവനായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ അറ്റാക്കും അതുപോലെ തന്നെ സാധാ രീതിയിലുള്ള അറ്റാക്കിന് നല്ല രീതിയിൽ പവർ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 1-2 വെട്ടി തന്നെ എനിമീസൊക്കെ ഈസി ആയിട്ട് ഡിഫീറ്റ് ആവുന്നതാണ്. നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിന് ഓട്ടോ ബോട്ടിൻ്റെ ഫോമിൽ നിൽക്കുന്നതിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ട്രക്കിൻ്റെ ഫോമിലായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് വീണ്ടും ട്രാൻസ്ഫോം ആവാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ടൈം പീരീഡ് കഴിയുന്നവരെ നമുക്ക് റോബോട്ടായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള നിയോൺ ടൗണിലും ടെക്സ്റ്റേഴ്സ് അവർ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ കുറച്ചും കൂടെ ടെക്സ്ചറൊക്കെ ഡള്ളായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഏകദേശം വരുന്ന ഇവൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇവൻറ്റിൻ്റെ സെൻറ്ററിലെ ക്രേറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും റീകോൾ സിസ്റ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റീകോൾ തന്നെയാണ്. അതായത് വെളിയിലുള്ള നമ്മുടെ ടീംമേറ്റിനെയോ ഡെഡായ ടീംമേറ്റ് നമുക്ക് ഇതിനകത്തോട്ട് സമൻ ചെയ്ത് വരുത്താൻ പറ്റും. അല്ലാതെ എക്സ്ട്രാ റീകോൾ കാർഡൊന്നും ഇതിനകത്തൊന്നും നമുക്ക് കിട്ടുന്നതല്ല. നമ്മുടെ മെയിൻ ഇവൻറ്റിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേപോലെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബർഗർ ഉണ്ടാക്കി കിട്ടുന്നതാണ്. ഒരു റോബോട്ടിക് ഹാൻഡ് നമുക്കിതെടുത്ത് ഇങ്ങനെ തരുന്നതാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ 75% ഹെൽത്തും അതുപോലെ നമ്മുടെ എനർജി ബാറും ഈ ഒരു ബർഗർ തിന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ളാവുന്നതാണ്. നമ്മുടെ ഒപ്റ്റിമസ് പ്രൈം 2-3 വട്ടം ആക്സ് വീഴ്ച എനിമി വീഴുമ്പോൾ തന്നെ മെഗട്രോണിൻ്റെ ഫുൾ ബ്ലാസ്റ്റ് ഇതുപോലെ ഞെക്കി പിടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിമി വീഴുന്നതാണ്. ഈ ഒരു എനിമിക്ക് നേരത്തെ ഡാമേജ് ഉണ്ടായിരുന്നോ എന്നറിയത്തില്ല. എന്നാലും നമ്മൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡാമേജ് കിട്ടി എനിമി വീഴുന്നതാണ്. വേറൊരു ലേസർ ബ്ലാസ്റ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും പോലെയാണ്. അതും ഇതുപോലെ ഞെക്കി പിടിച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബ്ലാസ്റ്റ് പോകുന്നതാണ്. അതിൻ്റെ ആ ഒരു പവറിൽ നമ്മൾ ബാക്കിലോട്ട് വീഴുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രഷറിൽ ട്രാൻസ്ഫോം ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ വെള്ളത്തിലും കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിനും മെഗട്രോണിനും ഇതുപോലെ വെള്ളത്തിൽ പോകാൻ പറ്റുന്നതാണ്. ഇതിൽ മെഗട്രോണിനെ മാത്രമേ ഞാനിപ്പോൾ വെള്ളത്തിൽ ഇറക്കി നോക്കിയുള്ളൂ. എന്നാലും ഒപ്റ്റിമസ് പ്രൈമിനും പറ്റുന്നതാണ്. കാരണം രണ്ടുപേർക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്യാരക്ടർ വൈസ് ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഴച്ചിലാണ് പോകുന്നത്. അതുകൊണ്ട് സോണൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മെഗട്രോണിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്ത് പോകാമെന്നാണ്. വേറെ വിഷയമൊന്നുമില്ല. എന്നാലും നല്ല സ്ലോ ആണ് ആശാൻ. നേരത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമും മെഗട്രോണും തമ്മിൽ കണ്ടുമുട്ടുന്ന ടൈമിൽ ഒരു ബാരിയർ ഇതേപോലെ ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ വെഹിക്കിൾ ഫോമിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ റോബോട്ടിക് ആയിട്ടുള്ള ഫോമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബാരിയറിനകത്ത് മാത്രമേ നിങ്ങൾക്ക് ഫൈറ്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ മെഗട്രോണിന് മാത്രമേ ആ ഒരു ടാങ്കിൻ്റെ ഫോമിൽ ഇരുന്നിട്ട് നമുക്ക് ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രക്കിനെ ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒപ്റ്റിമസ് പ്രൈമിന് അങ്ങനെ കാര്യമായിട്ട് വെപ്പൺസ് ഒന്നുമില്ല അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പം മെഗട്രോണിന് വന്നിട്ട് ഇതേപോലത്തെ രീതിയിൽ ഒപ്റ്റിമസ് പ്രൈമിനെ വെഹിക്കിൾ ഫോമിലും അറ്റാക്ക് ചെയ്ത് ഇടാവുന്നതാണ്. ഇപ്പം ഒപ്റ്റിമസ് പ്രൈമിനെ എന്നല്ല, ഈ ഒരു മോഡിൽ തന്നെ അത്യാവശ്യം എനിമീസിനെയും നമുക്ക് മെഗട്രോൺ യൂസ് ചെയ്ത് ഈ ഒരു ബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് കൊല്ലാൻ എളുപ്പമായിരിക്കും. അപ്പം അറ്റാക്ക് വൈസിൽ കുറച്ചും കൂടെ മുൻഗണന ഉള്ള നമ്മുടെ മെഗട്രോണാണ്. എന്നാലും അത്യാവശ്യം വെസ്റ്റ് ഹെൽമെറ്റൊക്കെ ഉള്ള എനിമീസിനെ അടിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. സംഭവം ഈ ഒരു വേവ് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോക്ക് വേവ് എനിമിയുടെ ദേഹത്ത് അടിക്കുമ്പോൾ അതിന് കുറച്ച് നേരത്തിന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ സ്റ്റൺ ഗണ്ണ് വർക്കാവും പോലെയാണ് മെഗട്രോണിൻ്റെ ബ്ലാസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കൊല്ലാനും പറ്റും. പക്ഷെ കുറേ പ്രാവശ്യം ഇതിനെ ഫയർ ചെയ്യേണ്ടി വരും. കൂട്ടുകാരെ അടുത്തത് നമുക്കൊരു പുതിയ ഗണ്ണ് വരാൻ പോവുകയാണ്. ASM അവാക്കൻ എന്നാണ് ഈ ഒരു ഗണ്ണിൻ്റെ പേര്. ഇതൊരു AR ഗണ്ണാണ്. ഇതിന് വന്നിട്ട് വേറെ രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് മേഘം അതുപോലെ തന്നെ നമ്മുടെ മസിലും മാത്രമേ ഇതിനകത്തായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഗണ്ണിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡാമേജും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡമ്മിയുള്ള ഡാമേജ് നോക്കാം. ഈ ഒരു ഗണ്ണിൽ ഓട്ടോ സിംഗിളിൻ്റെ കൂടെ ബസ്റ്റ് മോഡും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗണ്ണുകൊണ്ട് നമ്മുടെ എനിമീസിനെ കില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഗണ്ണാണ്. പക്ഷേ നമ്മുടെ എയ്സിൻ്റെയും ഒരു M7ൻ്റെ ഒരു ക്രോസ് ഓവർ ഗണ്ണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ലുക്ക് വൈസൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഡാമേജ് അത്യാവശ്യമുണ്ട്. നമ്മുടെ മെയിൻ ലോബിക്കൊപ്പം ഇനി വേറൊരു ലോബിയും കൂടെ വരുന്നുണ്ട്. ആ ഒരു ലോബി ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സംഭവം ഒരു ആനിമേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ചിയർ പാർക്കിൻ്റെ വൈബാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു ലോബി ടൈപ്പാണ്. ചിയർ പാർക്കിലുള്ള പോലെ ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല. 1-2 പ്ലെയേഴ്സ് ഇവിടെ വരുന്നതാണ്.
ഇതിനകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാനാണ് ഒരു ഫൺ പാർക്ക് പോലത്തെ ഒരു സംഭവമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓൾറെഡി നമുക്കൊരു ചിയർ പാർക്കുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫൺ പാർക്ക് എന്നറിയത്തില്ല. ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു കറങ്ങുന്ന നമ്മുടെ കുതിര പോലത്തെ നമ്മുടെ ഈ ഫൺ പാർക്കിനകത്തൊക്കെ ഉള്ള കണക്കത്തെ ആ ഒരു അമ്യൂസ്മെൻ്റ് ആയിട്ടുള്ള സംഭവം ഇവിടെയുണ്ട്. ഇതേപോലെ ഒരു കുതിരയുടെ മണ്ടയിലൊക്കെ കയറി ഇതേപോലെ റൈഡ് ചെയ്യാം. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെയാണ് ലോബിക്കകത്ത് കയറുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഫണ്ണായിട്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഹോമിലൊക്കെ സെറ്റ് ചെയ്യും പോലെ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഈ ഒരു സ്റ്റേജിൻ്റെ നടുക്ക് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡാൻസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡാൻസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിക്കാവുന്നതാണ്. നമ്മൾ തന്നെ ഒരു ഡാൻസിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ബാക്കിൽ ഇതേപോലെ വരുന്നതാണ്. അത്യാവശ്യം ഫണ്ണായിട്ടുള്ള ഒരു ലോബി, അത്ര തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ വേറെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പോസുകളിൽ ആൾക്കാരെ ഇനി എടുക്കാവുന്നതാണ്. യൂഷ്വലായിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ എടുക്കുമ്പോൾ തന്നെയുള്ള കാലം നമ്മൾ എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ക്യാരക്ടറിനെ എടുക്കുന്ന രീതി വെച്ചേക്കുന്നവർ. ആ ഒരു പോസിൽ മാത്രം അല്ലാണ്ട് വേറെയും 2 വ്യത്യസ്തമായിട്ടുള്ള പോസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഈ ആൾക്കാരെ ഇതേപോലെ പിന്നിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇത് നമ്മുടെ RRRലൊക്കെ കാണിക്കും പോലെ ബാക്കി ആളെ തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു പോസാണ്. ഇനി ഇതേപോലെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അതാണ് സീന് സാധനം. ഈ 3ാമത്തെ പോസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ടീംമേറ്റിനെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ പോകാൻ പറ്റുന്നതാണ്. കപ്പിൾസ് നടന്നു പോകും പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ പോസുകളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ആക്ച്വലി സിംഗിൾസിനെയൊക്കെ ഒന്ന് വയറരിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ശരിക്കും ഇത് കപ്പിൾസിന് വേണ്ടി വന്നേക്കുന്ന ഒരു കപ്പിൾ പാർക്ക് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ വിശ്രമ സ്ഥലം, അതുപോലെ അടുത്തൊരു കടൽ, ബീച്ച്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഉള്ള ഒരു ഫുട്ബോൾ കോർട്ടാണ്. ഇത് നമ്മുടെ ചിയർ പാർക്കിലുള്ള അതേ സാധനം തന്നെ, അതിൻ്റെ ഒരു മിനി വെർഷൻ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഇതേപോലത്തെ ഒരു വലിയ ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഗോള്, അത്ര തന്നെ. പിന്നെ എന്തുവാ വേറെ വലിയ മാറ്റമൊന്നുമില്ല. ആക്ച്വലി ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് അട്ടർലി വേസ്റ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒന്നാമതേ ഗെയിമിൻ്റെ സൈസ് 10, 25, 30 GB ആണ്. ഒരു സാധാരണക്കാരൻ എല്ലാ റിസോഴ്സും കളഞ്ഞിട്ടും അവന് മിച്ചം വരുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ ലോങ്ങിൻ്റെ ഡിവൈസിൽ കളിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആക്ച്വലി ഇതെനിക്ക് വലിയ യൂസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ എന്നാലും വരുന്ന അപ്ഡേറ്റില്ലെന്ന് പറഞ്ഞൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ 3.9 വരാനിരിക്കുന്ന മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് അപ്ഡേറ്റ്സിനെ പറ്റി അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ സീസൺ ഗൈസ്.